ഹായ്. ഇന്നേ മിക്സിയുടെ ജാറിലേക്ക് ചോറൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇതിനകത്താണോ ഇവള് ചോറ് തിന്നുന്നതെന്നല്ലേ. അല്ല കേട്ടോ, ഞാനിന്നൊരു പരീക്ഷണത്തിലാണ് ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ നോക്കി ഒരു പരീക്ഷണത്തിന് തയ്യാറാകുന്നത്. എന്താവുമെന്ന് അറിയില്ല. എന്താണെന്നോ, നമുക്കിത് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് ചോറെടുത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. കാരണം ചോറും കൊണ്ട് വട ഉണ്ടാക്കാമെന്ന് കണ്ടു. എന്നാൽ അതൊന്ന് പരീക്ഷിച്ചേക്കാമെന്ന് എനിക്കും തോന്നി. വൈകുന്നേരം 4 മണിക്ക് എന്തെങ്കിലും ചായക്ക് കടി വേണമല്ലോ. അങ്ങനെ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞപ്പം നല്ല പശവശപ്പായിരുന്നേ. അപ്പം ഞാൻ ഇവിടെ പൊന്നിൻ്റെ അടുത്ത് പറഞ്ഞു, പണി പാളിയും തോന്നുന്നു എന്ന് പറഞ്ഞപ്പം പൊന്നു പറഞ്ഞു, അമ്മയ്ക്കൊരു ആത്മവിശ്വാസം ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്ത് ഞാൻ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കൊത്തിയരിഞ്ഞ സവോള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം തന്നെ ഒന്നിനും ഒരു കുറവും വരുത്തണ്ടെന്ന് ഓർത്തിട്ട് എല്ലാം ഇട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉപ്പൊക്കെ എടുത്ത് വെച്ച് എല്ലാ സാധനവും അടുപ്പിച്ചു കൂട്ടാ. കാരണം അവർ മെഷറിംഗ് കപ്പിനൊക്കെ അളവൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും പറ്റില്ലല്ലോ. നമുക്ക് ഒന്നെങ്കിൽ കൈയളവ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്പൂൺ അളവ്, അതൊക്കെയാണ് എൻ്റെ പരിപാടി. എന്തായാലും നോക്കാം, എവിടെ എത്തുമെന്നറിയില്ല. ഒന്നെങ്കിൽ എടുത്ത് കളയേണ്ട വരും, അല്ലെങ്കിൽ നമുക്ക് തിന്നാം. എന്താണെന്ന് നോക്കാം. ഞാൻ എന്തായാലും അവർ പറഞ്ഞനുസരിച്ച് എൻ്റെ അളവിന് 2 സ്പൂൺ റവ ഇട്ടു. ചോറരച്ചത്, ഇഞ്ചി, പച്ചമുളക്, വടയ്ക്കകത്ത് ചേരുന്ന സാധാരണ സാധനങ്ങളൊക്കെ തന്നെ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. എന്നാലും റവ ഇട്ട് കഴിഞ്ഞപ്പം കുറച്ച് പശ കുറവ് പോലെ തോന്നിയിട്ടോ. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് അരിപ്പൊടിയുടെ കാര്യം ഓർത്ത് 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. ഈ സമയമൊക്കെ എനിക്ക് മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു, എന്താവും ഉണ്ടായി കഴിയുമ്പോൾ ലാസ്റ്റ് വടയാവോ അതെയോ അടിയാവോ എന്നറിയില്ല. 4 മണിക്ക് ചായക്ക് വടയ്ക്ക് പോലും ഇവിടെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുഴച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനമായി. കാരണം ആദ്യത്തെ അത്രയും പ്രശ്നമൊന്നും തോന്നിയില്ല. എന്നാൽ ഇതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി എടുത്ത് അവർ പറഞ്ഞത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നാണ്. ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ് കൂടുതൽ വെയിറ്റ് ചെയ്ത് അത് ഇനിയിപ്പോൾ ഉണ്ടാക്കണമല്ലോ. അതിന് മുമ്പ് പൊന്നു എൻ്റെ അടുത്ത് വന്ന് 2 പ്രാവശ്യം അത് തുറന്നു നോക്കിയിട്ട് കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞു. ഞാനപ്പം എണ്ണയൊക്കെ ചൂടാക്കി അതിനകത്തേക്ക് വടയാക്കി ഇടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്ത് പറയാനാ, വട പോയിട്ടൊരു വടി പോലും ആക്കാൻ പറ്റണ്ടായില്ല. കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ ചോറിൻ്റെ ആയിരിക്കാം വെള്ളം, അതുകൊണ്ട് എൻ്റെ ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആകെ പറഞ്ഞു, ഉണ്ടാക്കി നോക്കിയിട്ട് ആദ്യം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം, പറ്റില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണ്ട, വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തുടങ്ങിയിട്ടാ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ചൂടായിരുന്നു. ആ ചൂടിൽ ഞാൻ ഒന്ന് വായിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉള്ളിവടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയാണെന്നോ ചോറാണെന്നോ ഒന്നും തോന്നിയില്ല. ശരിക്കും ഉള്ളിവടയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പൊന്നു എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ കഴിച്ച് വായ പൊള്ളിക്കണ്ടെന്ന് പറഞ്ഞു. എല്ലാം കോരി എടുക്കുന്നോടം വരെ അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം റെഡിയാക്കി. പൊന്ന് കഴിച്ചിട്ട് ഒരു അഭിപ്രായം പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അവൾക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചധികം ഉണ്ടാക്കാമായിരുന്നു അമ്മയെന്ന് പിന്നീടാണ് അവൾ പറയുന്നത്.